ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ എന്ത് എവിടെ പോകുന്നേ? ഇത് മനിതർക്കാതലല്ലേ? നമ്മളിന്ന് മഞ്ഞുമല പോയി കാണാൻ പോവാണ് ഗൈസ്. ഒരുപാട് നമ്മള് റിവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. എല്ലാരും പറഞ്ഞ് കിടിലം പടമാണ്, പോയി കാണണമെന്ന് പറഞ്ഞ്. പക്ഷെ എനിക്കിപ്പോ റിവ്യൂ ഇട്ടൊന്നും കാണണം, നമ്മൾ പോകുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ, അത്രയും മതി. നമ്മുടെ ചേട്ടൻ എല്ലാവരും വരുന്നുണ്ട്, ഞാനുണ്ട്, മനോജനുണ്ട്. വരാണ്ട എന്തുണ്ട് പറയാൻ? പടം കണ്ടു പറയാം. പറയുന്നില്ല, പടം നല്ലതാണെന്ന് അറിഞ്ഞത്. അപ്പൊ നമ്മള് ആ അറിവ് കൊണ്ട് പോവാണ്. നമ്മള് ബിരിയാണി ഉദ്ദേശിച്ചാണ് പോകുന്നത്. ബിരിയാണി കിട്ടിയാൽ മതിയായിരുന്നല്ലേ? ബിരിയാണി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മുടെ ചേട്ടന്മാരൊക്കെ വണ്ടിക്കത്തോട്ട് കയറ്റണം. ആട്ട് നമുക്ക് നേരെ എംലാലല്ലേ? എംലാൽ, ഹരിപ്പാട് എംലാൽ, നമ്മുടെ ലാലേട്ടന്റെ ടിക്കറ്റാണ് കേട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി എല്ലാരും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷുചേട്ടനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബിനിവണ്ണനും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഇപ്പൊ കണ്ട അഭിപ്രായം എല്ലാം പറയത്തില്ല വിഷുചേട്ടാ? എല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയുന്നതായിരിക്കും. അപ്പം ഓൺ ദി വേ ആണ്. 9:24 ഇപ്പൊ തന്നെ. 9:24 ഇതുകൊണ്ടേ വണ്ടിയിലുണ്ട് സമയം. നമ്മളിനി ചെല്ലുമ്പോഴത്തേക്കും 9:30 ഷോ. 9:30 അവിടെ ചെന്നാൽ മതിയായിരുന്നു, അതാണ് പ്രാർത്ഥന. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെ സ്വന്തം എംലാലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അണ്ണാ സമയം എത്രയായി? 9:32. 9:30 ഇവിടെ തന്നെ ഞങ്ങൾ 9:32 വേണം എത്തിയേക്കുന്നത്. അയ്യോ, കാർട്ടും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ ഓടുന്നുണ്ടെന്ന് തോന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അണ്ണ കണ്ടതാണ് നമ്മുടെ ലാലേട്ടന്റെ പുതിയ എംലാൽ ഹരിപ്പാട് അങ്ങനെ പാർക്കിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ, മറക്കില്ല കേട്ടോ. നമുക്കിനി നേരെ അകത്തോട്ട് പോകാം. കയറി വരുമ്പോൾ തന്നെ കിടിലം കിടിലം താണ്ടവം ഓടുന്നില്ലേ, കിടില സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ എന്താ പറയുന്നത് പോസ്റ്ററുകൾ, ഇപ്പോൾ ഉള്ള പടത്തിൻ്റെ ഒക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ സമയം ഒട്ടുമില്ല. അയ്യോ, സമയം ഒത്തിരി ലേറ്റ് ആയി എന്നാണ്. ഇനി നേരെ മണ്ടയ്ക്കോട്ട് പോവാം. മണ്ടയ്ക്കോട്ട് ഓടിച്ചാടിയൊക്കെ പോകണം അതിനകത്ത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, മണ്ടയ്ക്കോട്ട്. കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്. ഗൈസ്, പടം കണ്ടിട്ട് ഇറങ്ങി. നൈസ് പടമായിരുന്നു. ബിരിയാണി തന്നെ കിട്ടിയല്ലയോ? ബിരിയാണി തന്നെ കിട്ടിയല്ലേ? നല്ല പടമായിരുന്നു, കിടിലമായിരുന്നു. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. പിന്നെ 1-2 ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം. എങ്കിൽ ആ രീതി കിട്ടത്തുള്ളൂ അല്ലേ? തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. എന്തുണ്ട്, എങ്ങനെയുണ്ട് പടം? നന്നായിട്ടുണ്ട്. ഇതിനുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഗൈസ്, അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും പോവുക, വാച്ച് ചെയ്യുക. ബാക്കി ഞാൻ വീട്ടിൽ ചെയ്തിട്ട് അപ്പം ഞങ്ങളിപ്പം വണ്ടിയില്ല. സമയം എത്ര? 12 മണി കഴിഞ്ഞില്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പടം നൈസാണ്, കിടുവാണ്, പൊളിയാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിടിലം പടമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ഞാൻ പോയ എന്നെയാണെന്നുണ്ടെങ്കിലും മനോജനെയാണെന്ന് അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് പേഴ്സണലി ഒരു ഹേർട്ടാവെന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതിനെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം എന്തുവാണ് സംഭവം. ഈ പടം കണ്ട ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാവും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ എന്നെ അറിയാവുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും കാര്യം. അതുകൊണ്ട് എനിക്ക് ഈ പടം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടപ്പം എനിക്ക് മെൻ്റലി എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷേ നിങ്ങളൊരു ത്രില്ലർ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആകുമായിരുന്നുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആര് ത്രില്ലർ പടം കാണാൻ പോയാലും ഈ പടം നൈസായിരിക്കും, പൊളിയായിരിക്കും. പിന്നെ ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഫണ്ണി അങ്ങനെ സംഭവങ്ങളൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ത്രില്ലർ മൂവി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നിങ്ങൾക്ക് പൊട്ടിച്ചിരി അങ്ങനത്തെ പരിപാടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേമലും അപ്പുറത്തോണ്ട് കയറി കാണാം. പക്ഷെ എന്നാലും എൻ്റെ റിയൽ ലൈഫിൽ നടന്ന സംഭവം ആയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് മാനസികമായിട്ടൊരു ഇതായിരുന്നു, ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ പടം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ ആ പടം കൊള്ളാത്തതുകൊണ്ടൊന്നുമല്ല, എൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയായി. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ള ഒരാളെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് സംഭവിക്കും കേട്ടോ. ഭയങ്കരമായിട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഒരു ഇമോഷണലി ഒരു സംഭവം വരും. അതെനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞാലെന്ന് എനിക്കറിയത്തില്ല. അതാണ് ആരും വലിയ പോസിറ്റീവായിട്ടൊന്നല്ല വലിയ സന്തോഷമായിട്ടൊന്നും ഇൻട്രോ എടുത്തപ്പോൾ ഓരോ സന്തോഷമൊന്നും പിന്നെ ഇല്ലാഞ്ഞത്. അപ്പം ഗൈസ്, അത്രയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. കിടിലം പടമാണ് കേട്ടോ. പടം ഒരു രക്ഷയില്ല, നൈസാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പോയി വാച്ച് ചെയ്യുക.